ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 പൊളിറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ചാപ്റ്ററിൽ എന്തിനാണ് നമുക്ക് ഭരണഘടന, അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഭരണഘടന നിയമിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ. ചെറിയ ചാപ്റ്ററാണ്, അപ്പോൾ കുറച്ച് കുഞ്ഞ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിട്ടൺ സെറ്റ് ഓഫ് ലോസ് ആണ്. കുറേ നിയമങ്ങളിന് എഴുതിപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്, നമുക്ക് എന്തിനാണ് വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് ചോദിക്കുമ്പോൾ, അതായത് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് ടു അലോ മിനിമൽ കോർഡിനേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. നമ്മുടെ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിക്ക് നല്ല കോർഡിനേഷൻ, മിനിമൽ കോർഡിനേഷൻ കൊടുക്കുക എന്നുള്ളതും, അതുപോലെ ടു സ്പെസിഫൈ ഗവൺമെൻറ് വുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഹൂ ഹാസ് പവർ ടു മേക്ക് ഡിസിഷൻ ഇൻ ദ സൊസൈറ്റി. ആ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ആരാണ് സൊസൈറ്റിയിൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളത്. അതുപോലെ ടു ലിസ്റ്റ് സം ലിമിറ്റേഷൻസ് ഓൺ ഗവൺമെൻറ് പവർ ബൈ ഗ്യാരണ്ടി റൈറ്റ് ടു സിറ്റിസൻസിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് നമ്മുടെ ഭരണഘടന ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്രസ് ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് പീപ്പിൾ, ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടന എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ അണ്ടറിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ആണ് നമ്മൾ ഭരണഘടന നിയമിച്ചത് 1946. ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അഡപ്റ്റ് ചെയ്തത് നവംബർ 26, 1949. അത് നിലവിൽ വന്നത് 1950 ജനുവരി 26. ഈ 2 ഡേറ്റ്സ് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? സിറ്റിസൻസിന് വേണ്ടിയിട്ട്, സിറ്റിസൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, നല്ലപോലെ ഒരു സിറ്റിസന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ സിറ്റിസനും കോൺസ്റ്റിറ്റ്യൂഷന് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിളും ആണ്, റിജിഡും ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അങ്ങനെയൊക്കെ. പിന്നെ വന്നിട്ടുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും പല സാധനങ്ങളും കടമെടുത്തിട്ടുണ്ട്. അതായത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, കാനഡൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കടമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടനയെ കൊണ്ടുവന്നിട്ട് ഭരണഘടന നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടന നിയമിക്കുന്ന ടൈമിൽ ഡോക്ടർ BR അംബേദ്കറിനാണെങ്കിലും നെഹ്റുക്കാണെങ്കിലും ഒക്കെ പല ആൾക്കാർക്കും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലുള്ള ആൾക്കാർക്കും എന്താ പറയുക, ഭയങ്കര എവിടെ നിന്നൊക്കെ കടെടുക്കണം എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കൊണ്ടുവരണം നമ്മുടെ ഭരണഘടന ഇന്ത്യൻ സിറ്റിസണിന് വേണ്ടിയിട്ട്, എന്തൊക്കെ കൊണ്ടുവരണം എന്ന് ആലോചിച്ചിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും വരുന്ന കുറച്ച് ടേംസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടേംസാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതിയെടുക്കാം. പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിൻ്റെ പിന്നീട് ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് നെഹ്റു ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പല കാര്യങ്ങളും, നമ്മൾ സോവേഴ്സിനിറ്റി, റിപ്പബ്ലിക് എന്നൊക്കെ നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ പറയുന്നതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് കൊണ്ടുവന്നതാണ്, നെഹ്റു ആണ് അത് കൊണ്ടുവന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ ഭയങ്കര ഷോർട്ടാക്കിയിട്ട് എന്താണ് ഈ ചാപ്റ്ററിലുള്ളത് മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലാസ് വേറെ രീതിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ വീഡിയോസ് ഇടും. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് NCERT നല്ലപോലെ തീർക്കാം.